ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന ഈ വരി ഉരുവിട്ടുകൊണ്ട് മുരുകനെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കുക. നിങ്ങളുടെ കൂടെ എപ്പോഴും മുരുകൻ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുരുകൻ കടന്നു വരും. മാത്രമല്ല, ആഗ്രഹിക്കുന്ന എല്ലാം ഭഗവാൻ സാധിച്ചു തരും. പിന്നെ സംഭവിക്കുന്ന എല്ലാ അത്ഭുതങ്ങളായിരിക്കും. സമ്പത്തും ഉയർച്ചയും എല്ലാ കാര്യങ്ങളിലും വിജയവും എല്ലാ അത്ഭുതങ്ങളായിരിക്കും പിന്നെ സംഭവിക്കുന്നത്. അങ്ങനെയുള്ള മുരുകൻ്റെ അത്ഭുതമായ വരി പറയുന്നുണ്ട്. ആ വരി ജപിക്കേണ്ട ഒരു രീതിയുണ്ട്. ഒരു വെറ്റില, ഒരു പാക്ക്, ഒരു നാണയം അല്ലെങ്കിൽ ഒരു നോട്ട്, നാണയം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോട്ട്, പിന്നെ ഇത്രയും വേണം. പിന്നെ ഒരു മഞ്ഞ തോർത്ത് അല്ലെങ്കിൽ മഞ്ഞ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ മഞ്ഞ തോർത്തോ വാങ്ങണം. ഇത്രയുമാണ് ചെയ്യേണ്ടത്. ലളിതമായ കാര്യമാണ്. ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. മുരുകൻ നിങ്ങളെ എന്നേക്കുമായി അനുഗ്രഹിക്കും. നിങ്ങളുടെ തലയിലെടുത്ത് മാറിക്കിട്ടും. മുരുകൻ ഭഗവാൻ വിചാരിച്ച എന്നാ സമയം വേണം ജീവിതം മാറ്റാൻ. ഭഗവാനാണ് എല്ലാത്തിൻ്റെയും പരമഗുരുവും പരമ ഈശ്വരനുമാണ് മുരുകൻ. അതായത് ശിവഭഗവാൻ തന്നെയാണ്. പാർവതീദേവിയുടെ ശക്തിയാണ്, ലോകഗുരുവാണ്, അഗസ്ത്യർക്ക് ഗുരുവാണ്, സർവേശ്വരനാണ്, പരമ്പൊരുളാണ്, പരബ്രഹ്മമാണ് ഭഗവാൻ മുരുകൻ. മുരുകൻ ഒരിക്കലും ഗർഭപാത്രത്തിൽ നല്ല പിറവിയെടുത്ത് ചൈതന്യമാണ്. ശിവന്റെ ചൈതന്യവും പാർവതീദേവിയുടെ ആ ശക്തിയുമാണ്. അതുകൊണ്ട് മുരുകൻ ആദ്യന്തരഹിതനാണ്, എല്ലാത്തിനും അപ്പുറത്താണ്. അപ്പം ആ മുരുകനെ കുറിച്ചാണ് ഞാനെന്ന് പറയുന്നത്. ഞാനീ പറയുന്ന അറിവുകൾ പലതും എൻ്റെ അറിവുകളല്ല കേട്ടോ. ഈശ്വരൻ തരുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇത് വേറെ ആരും ഒരിടത്തും പറയാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള ചില ദിവ്യമായ അറിവുകളാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ക്രിയാകുണ്ടലിന് പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. ഇപ്പോൾ പല ഈശ്വരീയമായ യോഗവിദ്യകളും ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു സഞ്ചാരവും വഴിയുമെല്ലാം അങ്ങനെയുള്ള ആത്മീയ വഴികളിലൂടെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഇത്തരം കാര്യങ്ങൾ വേറെ ഒരിടത്തും നിങ്ങൾക്ക് കിട്ടുകയില്ല. ഞാൻ പറയുന്ന ശിവമന്ത്രങ്ങളോ ഞാൻ പറയുന്ന മുരുകവിദ്യയോ ഭദ്രകാളി വിദ്യയോ എത്ര ജന്മം തപസ്സിരുന്നാലും കിട്ടത്തില്ല. ഇത് കിട്ടുന്നുണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയോ എൻ്റെയോ കഴിവല്ല, പരമേശ്വരൻ്റെ, മുരുകൻ്റെ, പരമേശ്വരിയുടെ, അഗസ്ത്യരുടെ കാരുണ്യം മാത്രമാണ്. അതിനെല്ലാത്തിനും എല്ലാ ഈശ്വരന്മാരോടും നന്ദി. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. അറ്റവും മൂലം കണ്ടിട്ടൊന്നും ചെയ്യരുത്. ആവശ്യമുള്ളവർ കേട്ടോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അത് ജീവിതത്തിൽ എന്നേക്കുമായ ജീവിതം മാറ്റും. അല്പം ക്ഷമ കാണിക്കണം. ഒരു 10 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ 20 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം. നിങ്ങളുടെ ജീവിതം മാറാൻ വേണ്ടി, നിങ്ങളുടെ ഉള്ളിൽ മാറ്റം വരാൻ വേണ്ടി. മനസ്സിലായല്ലോ? നമ്മൾ എത്രയൊക്കെ പുണ്യ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്താലും നമ്മൾ മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഉള്ളിൽ മാറ്റം വരണം. ഉള്ളിൽ മാറ്റം വരുമ്പോഴേ നമ്മൾ മാറത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള വിദ്യകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരികയാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എപ്പോഴും പറ്റുന്നവർക്ക്, കാരണം എല്ലാവരുടെയും മെസ്സേജ് നോക്കാൻ സമയമില്ല, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പിന്നെ നമ്മുടെ പ്രയത്നവും കൂടെ വേണം. അതെല്ലാം പറഞ്ഞിട്ടേ വർക്ക് എടുക്കാറുള്ളൂ. ആവശ്യമുള്ളവർ ചെയ്യാല്ലേ, ചെയ്യാതിരിക്കും. ഒരു തവണ ചെയ്യുന്നതുകൊണ്ട് ഫലം ഉണ്ടാകണമെന്നില്ല. ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്തു ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. പിന്നെ നമ്മളിവിടെ പ്രയത്നിക്കേണ്ടി വരും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി. അങ്ങനെയുള്ളവർ അല്ലാത്തവർ ചെയ്യേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ വാട്സപ്പ് ഞാൻ എടുത്ത് നോക്കിയാൽ തന്നെയും മെസ്സേജുകൾ വായിച്ചു നോക്കണമെന്നോ പിന്നെ വോയിസ് കേൾക്കണമെന്നോ ഒന്നും നിർബന്ധമില്ല. കാരണം സമയമില്ല, അതുകൊണ്ടാണ്. എന്തായാലും ഞാൻ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഫ്രീ ആയിരിക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെടുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ തരും. ഫ്രീ ആയിരിക്കുമ്പോൾ അത് എല്ലാവർക്കും പറ്റത്തില്ല, പറ്റുന്ന. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. ഇതാണ് സാഹചര്യം. അതിനാണ് വാട്സപ്പ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി ഞാൻ വിശദമായിട്ട് വീഡിയോയിലേക്ക് വരാം. മുരുകന് ചെയ്യാവുന്ന കാര്യമാണ് ഇത്. നിങ്ങൾ ഒരു വെറ്റില വാങ്ങുക. ഒരു ചെറിയ തട്ടം വേണം. അതിൽ ഒരു വെറ്റില വയ്ക്കണം. വെറ്റിലയുടെ മുകളിൽ ഒരു ചെറിയ മൺചിരാത് അല്പം നെയ്യ് ഒഴിച്ച് ഒരു തിരിയിട്ട് കത്തിക്കുക. എന്നിട്ട് വെറ്റിലയുടെ മുകളിൽ തന്നെ ഒരു നാണയമോ അല്ലെങ്കിൽ നോട്ടോ വെക്കുക. എത്ര വേണേലും വെക്കാം. എന്നിട്ട് ഒരു പാക്കൂടെ വെക്കുക. എന്നിട്ട് ഇതൊരു തട്ടത്തിലാണ് വെക്കേണ്ടത്. ഈ തട്ടം മുരുകൻ്റെ ഫോട്ടോയുടെ മുന്നിൽ വെക്കുക. മുരുകൻ്റെ ഫോട്ടോ താഴെ എടുത്ത് വെച്ച് നിങ്ങൾ കിഴക്കോട്ടിരുന്ന് ഫോട്ടോ പടിഞ്ഞാട്ട് വെച്ച് താഴെ ഇരുന്ന് ചെയ്താൽ മതി.
ഇത് നിങ്ങൾ രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സൂര്യോദയത്തിന് മുമ്പ് ഒരു 6:30 മുമ്പ് ചെയ്യുവാണ്. എപ്പം വേണമെങ്കിലും ചെയ്യാം. ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ചൊവ്വ ഞായർ ഈ ദിവസങ്ങളിൽ ചെയ്താൽ മതി രാവിലെ. അപ്പോൾ നിങ്ങൾ എന്നിട്ട് ജപിക്കേണ്ട ഒരു മന്ത്രമുണ്ട്. ആദ്യം ജപിക്കേണ്ടത് ഓം ശരവണ ഭവ. ഈ മന്ത്രം മുരുകന്റെ ഫോട്ടോയെ നോക്കി ജപിക്കുക. ഈ നെയ്വിളക്ക് തെളിയിച്ച് ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ. ഇത് ജപിച്ചു കഴിഞ്ഞ് ഒരു 3 തവണ ജപിക്കാം, അല്ലെ ഒരു മിനിറ്റ് ജപിക്കാം. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. അതിനുശേഷം ഓം സനൽ കുമാരായ വിദ്മഹേ ഷഡാനനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയാ. ഇതൊരു 1 മിനിറ്റെങ്കിലും ജപിക്കണം. അവിടെയാണ് രഹസ്യം കിടക്കുന്നത്. ഓം ശരവണ ഭവ 3 തവണ ചെല്ലിയാലും മതി. പക്ഷേ ഈ സുബ്രഹ്മണ്യ ഗായത്രി ഓം സനൽ കുമാരായ വിദ്മഹേ ഷഡാനനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയാ, ഇത് 1 മിനിറ്റെങ്കിലും ചൊല്ലിയാൽ നല്ലതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് സമയമില്ലേ, 3 തവണ ചൊല്ലിയാലും മതി. ഈ ഗായത്രിക്കകത്താണ് രഹസ്യം കിടക്കുന്നത്. ആദ്യം സുബ്രഹ്മണ്യന്റെ മന്ത്രം ജപിക്കുക, ഓം ശരവണ ഭവ എന്നുള്ള ഗായത്രി. ആ മന്ത്രത്തെക്കാൾ അല്പം കൂടുതൽ ജപിക്കുക. മന്ത്രം 3 തവണ ജപിക്കുകയാണെങ്കിൽ ഗായത്രി ഒരു 6 തവണ ജപിക്കുക. നല്ലതാണ്. ഈ ഗായത്രിക്കകത്താ കാര്യം കിടക്കുന്നത്. ആദ്യം സുബ്രഹ്മണ്യന്റെ മന്ത്രം ജപിക്കുമ്പോൾ ഭഗവാനുമായി നമ്മൾ കണക്റ്റ് ആകുന്നു. പിന്നെ ഈ ഗായത്രി ജപിക്കുമ്പോഴാണ് ഭഗവാനിൽ നിന്നുള്ള സൂക്ഷ്മമായ അനുഗ്രഹങ്ങൾ, ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരുന്നത് ഈ ഗായത്രി ജപത്തിലൂടെയാണ്. മനസ്സിലായല്ലോ? മന്ത്രം ജപിച്ചിട്ട് ഗായത്രി ജപിക്കണം. രഹസ്യവിദ്യ പറഞ്ഞു തരുന്നത്. ചെയ്തു നോക്കുക. ഇത് നിങ്ങൾ ചൊവ്വ ഞായർ ദിവസങ്ങളിൽ രാവിലെ ചെയ്യുക. മുരുകൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓടി വരും. നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ തൊടുന്നതെല്ലാം വിജയമായിരിക്കും. കടങ്ങൾ മാറും, ഭൂമി വാങ്ങാൻ പറ്റും, വീട് വാങ്ങാൻ പറ്റും, സമ്പത്തുണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും, എല്ലാം ഉണ്ടായി വരും. എൻ്റെ വീഡിയോ കാണുന്ന എത്രയോ ആളുകൾ, അവർ സാധാരണ നിലയിലായിരുന്നവർ ഇന്ന് 1/2 കോടിക്ക് മേലുള്ള സ്ഥലം മേടിക്കുന്നു, പിന്നെ ബസ് മേടിക്കുന്നു, ടൂറിസ്റ്റ് ബസ് മേടിക്കുന്നു, പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്നു. എത്രയോ ആളുകൾ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണ്. അത് വിശ്വാസത്തോടു കൂടി ചെയ്യണം. പിന്നെ നമ്മൾ പരിശ്രമിക്കുകയും കൂടെ ചെയ്യണം. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ആവശ്യമുള്ളവർ ചെയ്യുക. ചെയ്യുന്ന വിശ്വാസത്തോടു കൂടി ചെയ്യുക. പിന്നെ നമ്മൾ പരിശ്രമിക്കുക. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മഞ്ഞ തോർത്ത് വാങ്ങി അതും കൂടി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കവർ ചെയ്തിടണം. മഞ്ഞ തോർത്ത്, അല്ലെ മഞ്ഞ ഏതെങ്കിലും വസ്ത്രങ്ങളാണേലും മതി. മഞ്ഞ ആയിരിക്കണം. മഞ്ഞയെ വേറെ ഡിസൈൻ ഒന്നും പാടില്ല. മഞ്ഞ തോർത്ത്, അല്ലെ മഞ്ഞ കോട്ടൺ തുണിയോ മഞ്ഞ തോർത്തോ വാങ്ങി നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ കവർ ചെയ്തിടണം. നല്ലതാണ്. പിന്നെ പറ്റുന്നൊരു രുദ്രാക്ഷമാലയും കൂടെ കഴുത്തിൽ ധരിച്ചാൽ നല്ലതാണ്. ഇനി ഇല്ലേലും കുഴപ്പമൊന്നുമില്ല. രുദ്രാക്ഷം മഞ്ഞ തോർത്ത് ഇല്ലേലും കുഴപ്പമില്ല. ബാക്കി ചെയ്താൽ മതി. പറ്റുവാണെങ്കിൽ ഒരു മഞ്ഞ തോർത്ത് കൂടെ നമ്മൾ, അല്ലെ മഞ്ഞ തുണിയും കൂടെ നമ്മൾ, മഞ്ഞ മാത്രമേ ആകാവുള്ളൂ, അത് വേറെ ഡിസൈൻ വരരുത്. നമ്മളിങ്ങനെ ഇടുക. പിന്നെ ഒരു രുദ്രാക്ഷം മാലയും കൂടെ ഇടുക പറ്റുവാണെങ്കിൽ. കണ്ടോ, ഒരു രുദ്രാക്ഷം, ഇതുപോലെ ഒരു രുദ്രാക്ഷം മതി. ഇനിയും ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചോദിക്കും, ആ രുദ്രാക്ഷം മതിയോ, ഈ രുദ്രാക്ഷം മതിയോ, എത്ര മുഖം വേണം, എവിടെ നിന്ന് മേടിക്കണം? ഇതിൻ്റെ ഒരു ചോദ്യത്തിന് ആവശ്യമില്ല. നിങ്ങൾ സാധാരണ ഇതുപോലെയുള്ള രുദ്രാക്ഷം മതി. അത് കടകളിലൊക്കെ കിട്ടും. ഒരു കുഴപ്പമില്ല. ക്ഷേത്രങ്ങളുടെ ഒക്കെ ഉള്ള കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അത് മേടിച്ച് ചെയ്താൽ മതി. വേറെ നിങ്ങൾ അതിനകത്ത് സംശയത്തിൻ്റെ കാര്യമൊന്നുമില്ല. ഇനി രുദ്രാക്ഷം നിങ്ങളുടെ ഇല്ല, വേണ്ട, ബാക്കി ചെയ്താൽ മതി. മഞ്ഞ തോർത്ത് കിട്ടിയില്ല, അല്ലെ മഞ്ഞ വസ്ത്രം കിട്ടിയില്ല, ബാക്കി ചെയ്താൽ മതി. പക്ഷെ മഞ്ഞ വസ്ത്രവും കിട്ടുവാണെങ്കിൽ മഞ്ഞ വസ്ത്രം കൊണ്ട് ധരിക്കുന്ന കുറച്ചുകൂടെ നല്ലതായിരിക്കും. രുദ്രാക്ഷം ധരിക്കാതിരിക്കുകയോ ചെയ്യുക, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മളുടെ പാപങ്ങളെല്ലാം മാറിക്കിട്ടും എന്നുള്ളതാണ്. അതാണ് എൻ്റെ രഹസ്യം, ഈ വിദ്യയുടെ രഹസ്യം. പാപശമനം തന്നെയാണ്. മാത്രമല്ല മുരുകന്റെ അനുഗ്രഹം ഉണ്ടാകും. ചൊവ്വയും ഞായറും മാത്രം ചെയ്താൽ മതി. സാധിക്കുന്ന പോലെ ഇത് ആവർത്തിക്കണം. മാത്രമല്ല ഇത് ചെയ്യുന്ന വീട്ടിൽ അവിടുത്തെ ഗ്രഹനാഥനും ഗ്രഹനാഥയ്ക്കും കുട്ടികൾക്കും എല്ലാവർക്കും അതിൻ്റെ ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ്. സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യങ്ങളും അവരുടെ ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും, തടസ്സങ്ങൾ മാറിക്കിട്ടും, ഭൂമിദോഷം മാറും. മുരുകന്റെ അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഭഗവാന്റെ അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാമായി. ഭഗവാനെ അറിഞ്ഞാൽ തന്നെ എല്ലാമായി. ഭഗവാനെ അറിയാൻ പറ്റുന്നത് തന്നെ ഒരു പുണ്യമാണ്. ഞാൻ ഇത് പറഞ്ഞു തരുന്നത് എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു അറിവുമില്ല. പക്ഷെ ഇത് ഭഗവാന്റെ എനിക്ക് തരുന്ന ജ്ഞാനമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഭഗവാനാണ് എല്ലാം.
സത്യസന്ധമായിട്ടാണ് പറയുന്നത്, ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഷഷ്ടി. ഈ ഷഷ്ടി ദിവസങ്ങളിൽ മാസത്തിൽ 2 ഷഷ്ടി വരുമല്ലോ. അത് 2 ഷഷ്ടിയും നല്ലത് തന്നെയാണ്. എങ്കിലും ശുക്ലപക്ഷ ഷഷ്ടി, അതായത് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഷഷ്ടി, അതാണ് ശുക്ലപക്ഷ ഷഷ്ടി. കുറച്ചുകൂടി നല്ലതാണ്. 2 ഷഷ്ടിയും നല്ലത് തന്നെയാണ്. എങ്കിലും ശുക്ലപക്ഷ ഷഷ്ടിക്ക് എല്ലാ മാസവും നിങ്ങൾ മുരുകക്ഷേത്രത്തിൽ പോയി ഭഗവാനെ നെയ്വിളക്കും നാരങ്ങായും ഒരു കൂട് ഭസ്മവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സമ്പത്തിനും ഐശ്വര്യത്തിനും തടസ്സങ്ങൾ മാറാനും ദൃഷ്ടിദോഷങ്ങൾ മാറാനും നല്ലതാണ്. 6 വലത്ത് വെച്ച് ഓം ശരവണ ഭവ എന്ന് വാഗുകൊണ്ടോ മനസ്സുകൊണ്ടോ ജപിച്ച് വേണം വയ്ക്കാൻ. ത്രിമധുരം സമർപ്പിക്കുന്ന ജോലിക്ക് നല്ലതാണ്. പഞ്ചാമൃത അഭിഷേകം സമർപ്പിക്കുന്നത് തൊഴിലിൽ വലിയ ഉയർച്ച ഉണ്ടാകാൻ നല്ലതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത്. കുമാരസൂക്താർച്ചന ചെയ്യുന്നത് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. എന്ത് ചെയ്താലും 6 വലത്ത് വെച്ച് നിങ്ങൾ ഭഗവാനെ എന്നുള്ള ശുദ്ധമായ ഭക്തിയിൽ പ്രാർത്ഥിച്ച് വേണം നടക്കി വെക്കാൻ. വെച്ച് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഇത് ഷഷ്ടി ദിവസങ്ങളിൽ ആവർത്തിക്കുന്ന നല്ലതാണ്. ചൊവ്വാഴ്ചകളിൽ ചെയ്യുന്ന നല്ലതാണ്. ഞായറാഴ്ചകളിലും ചെയ്യുന്ന നല്ലതാണ്. ഭഗവാന് ശുക്ലപക്ഷ ഷഷ്ടി വളരെ പ്രിയങ്കരമാണ്. അപ്പോൾ ഇത് നിങ്ങൾ പറ്റുന്ന പോലെ ചെയ്യുക. നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ഭഗവാനെ വണങ്ങും അല്ലേ? ഏത് ക്ഷേത്രത്തിൽ പോയാലും ഭഗവാനെ വണങ്ങും. ഈ വണങ്ങുന്ന എന്തിനാണ്? നമുക്ക് ഭഗവാനോടുള്ള ആദരവ്, ഭക്തി, ഭഗവാനോടോ ഭഗവതിയോ ആരുമായിക്കോട്ടെ, ഭക്തി, ആദരവ് ഒക്കെ നമ്മളെ വണങ്ങുകയാണ്. മാത്രമല്ല ആ ഈശ്വരന്റെ ചൈതന്യം നമ്മളിലേക്ക് വരുവാൻ കൂടിയാണ് നമ്മൾ ഇങ്ങനെ പിടിക്കുന്നത് അല്ലേ, തൊഴുന്നത്. അപ്പൊ അങ്ങനെ തന്നെ തൊഴാം, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഇനി എങ്കിൽ തന്നെ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യുക. ഇങ്ങനെ തൊഴുത് കഴിഞ്ഞ് ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യുക. ശരിക്കും ഈ വിരലിന്റെ അഗ്രങ്ങൾ കണ്ടോ? ഈ അഗ്രങ്ങളിലാണ് രഹസ്യങ്ങൾ മുഴുവൻ ഇരിക്കുന്നത്. മനസ്സിലായല്ലോ? ഈ അഗ്രങ്ങളിൽ. അപ്പൊ ഇങ്ങനെ ഈ അഗ്രങ്ങൾ ഇങ്ങനെ തൊടിയിച്ച്, ബലമൊന്നും പിടിക്കണം, സാധാരണ പോലെ പിടിക്കുക, തൊടിയിക്കണം കേട്ടോ. ഇങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും തൊടിയിച്ച് ഇങ്ങനെ ഹൃദയത്തിന്റെ നേരെ വെച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. ഈ നിങ്ങളിപ്പോൾ സാധാരണ നമ്മളെ തൊഴുന്ന പോലെ തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഈ അഗ്രഹങ്ങൾ ഇങ്ങനെ മുട്ടിച്ച്, എല്ലാ വിരലിലെയും വേണം മുട്ടിച്ച് ഹൃദയത്തിന് നേരെ തേണ്ട, ഇങ്ങനെ വെക്കണ്ട, ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ച് നിങ്ങൾ ഏത് ദേവനെയോ ഏത് ദേവിയെയും പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ആ ദൈവിക ചൈതന്യത്തിൻ്റെ, എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ആ അനുഭൂതി ഉണ്ടാകും. ഏത് ദേവനെ അല്ലെ ദേവിയെ വിളിച്ചാലും ഇത് ദേവരഹസ്യമാണ്. ചെയ്തു നോക്കുക. ഇത് വേറെ ആരും പറഞ്ഞു തരത്തില്ല. അന്ന് മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. ആ ദൈവിക ചൈതന്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എത്തും. ഇതൊരു രഹസ്യവിദ്യയാണ്. മനസ്സിലായല്ലോ? ഇങ്ങനെ നമ്മൾ പിടിക്കുന്നില്ല, നമുക്കിങ്ങനെ തൊഴാം. തൊഴുത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്താൽ മതി. ഇങ്ങനെ നേരെ പിടിച്ച് ഈ വിരലുകളുടെ അഗ്രങ്ങൾ കണക്റ്റാക്കി ഹൃദയത്തിന് നേരെ ഇങ്ങനെ വെച്ച് ഹൃദയത്തിൽ കണ്ണ് തുറന്ന് ഹൃദയത്തിൽ ധ്യാനിച്ച് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ദേവനെ നോക്കി പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു അനുഭൂതി അനുഭവപ്പെടും. അതാ ദേവന്റെ ചൈതന്യമാണ്, ദേവന്റെ അനുഗ്രഹമാണ്. വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ ദേവന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും, സെക്കൻഡ്സിനുള്ളിൽ കിട്ടും. ഇതാണ് യോഗരഹസ്യങ്ങൾ, അല്ലെ ദിവ്യമായ വിദ്യകൾ, ദിവ്യ രഹസ്യങ്ങൾ. ഇങ്ങനെയുള്ള വിദ്യകളാണ് നമ്മളിൽ ഈശ്വരീയത ഉണർത്തുന്നത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനിയും നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു, ദർശനം നടത്തി കഴിഞ്ഞാൽ നമ്മൾ ദേവനെയല്ല ദേവിയെ ഇങ്ങനെ തല കുനിച്ച് തൊഴണം. ഇങ്ങനെ തല കുനിക്കണം. പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് എന്തുകൊണ്ടാണ് ഇങ്ങനെ തല കുനിക്കുന്നത്? ഭക്തിയോടെ ആദരവോടെ തല കുനിക്കണം. എന്തിനാണ് ഇങ്ങനെ തല കുനിക്കുന്നത്? നമ്മളുടെ ഈ നട്ടലിൻ്റെ ഇങ്ങനെ പൊളിക്കുമ്പോൾ നട്ടല് വളയുമ്പോൾ നമ്മളുടെ മൂലാധാരത്തിൽ ഉള്ള ആ കുണ്ടലിനിയുടെ ഒരു ഊർജപ്രവാഹം മുകളിലേക്ക് ഒഴുകും. ഇവിടെ മുകളിലേക്ക് ഒഴുകി ആ നട്ടല് നിവരും. ആ നട്ടലൊന്ന് ഇങ്ങനെ വളയുമ്പോൾ ആ നട്ടലിനൊരു ഇങ്ങനെ വളയുമ്പം നമ്മുടെ ഈ നട്ടലിൻ്റെ ആ മൂലാധാരം തൊട്ടുള്ള ഭാഗം ഒന്ന് നിവരും. അപ്പോൾ ഊർജപ്രവാഹം ശരിയായ രീതിയിൽ മുകളിലേക്ക് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ശരിയായ ദൈവികമായ ബോധം, ഊർജസ്വലത, ജ്ഞാനം, ബുദ്ധിപരമായ ഷാർപ്പ് ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ടായി കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെ കൂടെ നിങ്ങൾ ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെ നിങ്ങൾ ക്ഷേത്ര ദർശനം ചെയ്താൽ നിങ്ങൾ എന്നും ക്ഷേത്ര ദർശനം ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി മാറ്റം ഉണ്ടാകും. ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങൾ അറിയണം, അപ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളെ നട്ടലിൻ്റെ ഏറ്റവും താഴ്ഭാഗത്താണ്
മൂലാധാര ചക്രം. ഈ മൂലാധാര ചക്രത്തിലാണ് നമ്മളുടെ അസൂയ, വെറുപ്പ്, വിദ്വേഷം, ഈ വികാരങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന അവിടെ. നല്ലതും ചീത്തതുമായ വികാരങ്ങളുണ്ട്. അപ്പോഴേ ഈ മൂലാധാര ചക്രം ഇംബാലൻസ് ആകുമ്പോൾ നിരാശ, ചിലരെ കണ്ടിട്ടില്ല എപ്പോഴും ഇങ്ങനെ ഇരിക്കും, എന്നാ കിട്ടിയാലും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ വിഷമോ, എപ്പോഴും ചുമ്മാ ആവശ്യമില്ലാത്ത വിഷമം. ഇങ്ങനെ ഈ നിരാശ, ഒരു കാരണമില്ലാത്ത നിരാശ. ജോലി കാണും, നല്ല കുടുംബം കാണും, നല്ല മക്കളെ, നല്ല ഭാര്യ, അല്ലെ നല്ല പെണ്ണുങ്ങൾ, സ്ത്രീകൾക്കാണ് നല്ല ഭർത്താവ്, നല്ല കുടുംബം, പുരുഷന്മാർക്കാണ് നല്ല ഭാര്യ, മക്കളെ എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ ചുമ്മാ ആവശ്യമില്ലാത്തൊരു നിരാശ, എന്നാ ഉണ്ടെങ്കിലും ഒരു തൃപ്തിയില്ല. ഈ മൂലാധാര ചക്രം ഇംബാലൻസ് ആകുന്നതുകൊണ്ടാണ്, ഒന്നിനും തൃപ്തിയില്ല. അപ്പം അതൊക്കെ ബാലൻസ് ആകാൻ ഇങ്ങനെ നട്ടലൊന്ന് വളഞ്ഞ ആ ദേവന്റെ അല്ലെ ദേവിയുടെ മുന്നിൽ നമ്മൾ വണങ്ങുമ്പോൾ ആ ദേവന്റെ അല്ലെ ദേവിയുടെ ഒരു ചൈതന്യത്തിന്റെ അനുഗ്രഹം നമ്മുടെ സഹസ്രാര ഉച്ചയുടെ മധ്യത്തിലേക്ക് വന്ന് അത് നട്ടലിൽ കൂടെ നമ്മുടെ മൂലാധാരത്തിലേക്ക് എത്തുമ്പം മാത്രമല്ല മൂലാധാരത്തിന്റെ ആ ഭാഗമൊക്കെ അങ്ങ് നിവരും, ഒരു ഊർജ്ജപ്രവാഹം മുകളിലേക്കും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ആ ഈശ്വരീയ ചൈതന്യം കൊണ്ട് മാറ്റം ഉണ്ടാവും. ഇനി മൂലാധാര ചക്രവും മണിപൂര ചക്രവും നമ്മുടെ ഇതുപോലെയുള്ള പല വാസനകളെയും കാണിക്കുന്നതാണ്. ഭയം, ഇപ്പം ഒരു വെള്ളത്തിൽ പോയ ഒരാൾക്ക് ഭയം, വണ്ടി കാണുമ്പോൾ ഒരു ഭയം, അല്ല വെള്ളം കാണുമ്പോൾ ഒരു ഭയം. ഈ ഭയങ്ങളെല്ലാം മണിപൂര ചക്രത്തിലാണ്. സ്വാധിഷ്ഠാന ചക്രത്തിലും മൂലാധാരം, സ്വാധിഷ്ഠാനം, ഈ ചക്രങ്ങളിലും കൂടുതലായിട്ടും മൃഗീയ വാസനകളെ, പിന്നെ വികാരങ്ങളെ, ഇതൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ്. ഇനിയും അതിന് തൊട്ട് മുകളിലുള്ള മണിപൂര ചക്രത്തിലേക്ക് വരുമ്പം മണിപൂര ചക്രത്തിൽ ഈശ്വരീയമായ ചില വാസനകളും ഒക്കെ തുടങ്ങും. എങ്കിലും ചില ഭയങ്ങൾ മണിപൂര ചക്രത്തിലും പിടിപെടാം. അപ്പോൾ പിന്നെ അനാഹതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സത്ചിന്തകളെ, അനാഹത ചക്രം ഉണർന്നവർക്കാണ് മൃഗങ്ങളെ സംരക്ഷിക്കുക, മരങ്ങളെ സംരക്ഷിക്കുക, പ്രകൃതി സേവനം ചെയ്യുക, മറ്റുള്ളവരോട് സ്നേഹം കൂടുതലുണ്ടായിരിക്കുക, സേവനം ചെയ്യുക, പാവപ്പെട്ടവരെ സഹായിക്കുക, ഇതൊക്കെ അനാഹത ചക്രത്തിൽ ഒരു 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 കൂടുതൽ പോസിറ്റീവ് ആകുമ്പോഴാണ്. പിന്നെ വിശുദ്ധി പോസിറ്റീവ് ആകുമ്പോൾ അതിന് കൂടുതൽ ഈശ്വരമായ അനുഗ്രഹങ്ങൾ കിട്ടും. അതൊക്കെ യോഗിമാർക്ക് പിന്നെ മേലോട്ട് വരത്തുള്ളൂ. എങ്കിൽ പോലും ഈ ചക്രാസിന് ഒരു ഉണർവുണ്ടാകാൻ നമ്മൾ ഏത് ദേവതയെ തൊഴുതാലും ഇങ്ങനെ ഒന്ന് തല കുനിച്ച് ഇങ്ങനെ തല കുനിച്ച് ഒന്ന് തൊഴുന്നത് നല്ലതാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് മതി ജീവിതം മാറാൻ. അല്ലാതെ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ കാണിക്കുന്നതിലൊന്നും, വലിയ വലിയ ഓരോ കാര്യങ്ങളും പഠിച്ച് ചെയ്യുന്നതിനേക്കാൾ ഇതുപോലെയുള്ള ഈ സൂക്ഷ്മതയുള്ള ചില വിദ്യകളുണ്ട്, സൂക്ഷ്മ വിദ്യകൾ. ഇതറിയുമ്പോഴാണ് ജീവിതം മാറുന്നത്. പിന്നെ ഏതൊരു ക്ഷേത്രത്തിൽ നമ്മൾ പോയാലും പ്രധാന ദേവനല്ലേ ദേവിയെ തൊഴുത ശേഷം നമ്മൾ ഉപദേവതകളെയും അതേ പ്രാധാന്യത്തോടു കൂടി തൊഴണം. അപ്പോഴാണ് നമുക്ക് ആ ക്ഷേത്രത്തിൽ പോയതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് കിട്ടുന്നത്. പിന്നെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ തലേദിവസം ഒരു ദാനം, ചെറിയ രീതിയിലെങ്കിലും ദാനം ചെയ്ത ആ ക്ഷേത്രദർശനം കൊണ്ട് ഫലം കിട്ടും. രഹസ്യവിദ്യയാണ്. സംശയമുണ്ട്, ചെയ്ത് നോക്കിയോ. നമ്മൾ തലേദിവസം ചെറിയൊരു ദാനമെങ്കിലും ചെയ്യും. ആർക്കെങ്കിലും ഒരു ആഹാരം മേടിച്ചു കൊടുക്കുന്ന വെച്ചാൽ ആവശ്യമുള്ളവർക്കായിരിക്കണം, ജെനുവിൻ ആയിരിക്കണം. ചുമ്മാ ഈ വയറ് വീർത്തിരിക്കുന്നവനും ഒക്കെ ഒരു ആവശ്യമില്ലാത്തതിനെയും നിർബന്ധിച്ച് പോയി ആഹാരം മേടിച്ചു കൊടുക്കണമെന്നല്ല പറഞ്ഞു. ഒരു ന്യായമായിട്ട് ഒരു ആൾക്ക് ആഹാരത്തിന് ആവശ്യമുള്ള ഒരാൾക്ക് ആഹാരം മേടിച്ചു കൊടുക്കുക തലേ ദിവസമൊക്കെ. അല്ലെങ്കിൽ അങ്ങനെ സത്പ്രവൃത്തി ചെയ്തിട്ടൊന്ന് ക്ഷേത്ര ദർശനം ചെയ്ത് നോക്കിയേ, അടുത്ത ദിവസം ക്ഷേത്ര ദർശനം ചെയ്ത് നോക്കിയേ, ഇരട്ടി ഫലമാണ്. പിന്നെ നമ്മൾ ക്ഷേത്രത്തിൽ നമ്മളുടെ പക്കനാളിന് നമ്മൾ ജനിച്ച നക്ഷത്രം എല്ലാ മാസവും വരുമല്ലോ, നിർബന്ധമായിട്ട് ക്ഷേത്ര ദർശനം ചെയ്യണം, പറ്റുന്ന വഴിപാടുകൾ ചെയ്യണം. അതിലേറ്റവും പ്രധാനം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയാണ്. പിന്നെ ആ ദേവന്റെ അല്ലെ ദേവിയുടെ ഇഷ്ടനിവേദ്യം, ഭദ്രകാളിക്കാണ് കടുംപായസം, കൃഷ്ണനാണ് പാൽപായസം. നമ്മൾ പോകുന്ന ക്ഷേത്രം ഏതാന്ന് വെച്ചാൽ അവിടെ അങ്ങനെ ഇഷ്ടനിവേദ്യവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൊടുക്കുക. അപാരമായ ഫലമുള്ള ശിവന് പാൽപായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൊടുത്താൽ നന്നായിരിക്കും. ഇത് പക്കനാളിൽ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രം ഏതാണെന്ന് വെച്ചാൽ അവിടെ പക്കനാളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക, വലിയ മാറ്റം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വെള്ളിയാഴ്ചകൾ ഭദ്രകാളി ക്ഷേത്രങ്ങൾ, അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക. ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും മുരുകക്ഷേത്ര ദർശനം നടത്തുക. വ്യാഴാഴ്ച കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുക. അപാരമായ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുക, അപാരമായ മാറ്റം ഉണ്ടാകും. പിന്നെ ശനിയാഴ്ച ശിവന്റെയോ അയ്യപ്പന്റെയോ ക്ഷേത്ര ദർശനം നടത്താം. പറ്റുന്ന പോലെ ചെയ്യുക കേട്ടോ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ജീവിതത്തിൽ എന്നേക്കുമായി തലവരെ മാറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, മാസത്തിലൊന്ന് ഗുരുവായൂർ ദർശനം നടത്തുക പറ്റുന്നവരെ. ഇനി ഗുരുവായൂർ പോകാൻ പറ്റത്തില്ല, അമ്പലപ്പുഴയെങ്കിലും പോവുക, അല്ലെങ്കിൽ ചൈതന്യം കൂടുതലുള്ള അതുപോലുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങൾ
ആറന്മുളയോ പത്മനാഭസ്വാമി ക്ഷേത്രമോ അല്ല നിങ്ങളുടെ അടുത്തല്ല അല്പം ദൂരെയുള്ള ചൈതന്യം കൂടുതലുള്ള ഏതെങ്കിലും കൃഷ്ണക്ഷേത്രം ആയിക്കോട്ടെ. പിന്നെ ചോറ്റാനിക്കര പറ്റുവാണെങ്കിൽ ഒന്ന് പോവുക മാസത്തിലൊന്ന്. മൂന്നാമത്തേത് പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം, അതായത് ചങ്ങനാശ്ശേരി ഒരു 6 കിലോമീറ്റർ ഞാനിരിക്കുന്ന ഓഫീസ് 4 കോടി അവിടുന്ന് 2 ജംഗ്ഷൻ അപ്പുറത്ത് പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം. പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ടെമ്പിൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ കിട്ടും, നെറ്റിൽ അടിച്ചു കൊടുത്താൽ കിട്ടും. പായിപ്പാട് പുത്തൻകാവ് ഭഗവതി ടെമ്പിൾ, അത് അറിയാൻ വയ്യാത്തവർക്ക് അങ്ങനെ അന്വേഷിച്ചാൽ കിട്ടും. ഈ 3 ക്ഷേത്രങ്ങളിലെങ്കിലും നിങ്ങൾ ദർശനം നടത്തണം. ഗുരുവായൂര്, ചോറ്റാനിക്കര, പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ടെമ്പിൾ. തലയിലെടുത്ത് അങ്ങ് മാറും. തലയിലെടുത്ത് പറഞ്ഞാൽ 2 രീതിയിലുണ്ട്. ഒന്ന്, നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യമുണ്ട്. 2, നമ്മളുടെ ജപം, ധ്യാനം, പ്രാർത്ഥന, സത്പ്രവൃത്തി ഇതുകൊണ്ട് ജീവിതത്തിൽ മാറ്റാവുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള തലയിലെടുത്ത് മാറുമെന്നാണ് പറഞ്ഞത്. ഉറപ്പായിട്ട് ജീവിതം മാറും, എൻ്റെ സംശയമൊന്നും വേണ്ട. അപ്പൊ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹം. ശരിയായിട്ട് വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് അതോടൊപ്പം പരിശ്രമം കൂടെ ചെയ്യണം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം 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 ശിവ ശിവ.